നമസ്കാരം. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിൻ്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന ദിനമാണ്. ഇന്ത്യക്കാരുടെ പുനർജന്മത്തിൻ്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിൻ്റെയും ജീവത്യാഗത്തിൻ്റെയും ഫലമാണ്. മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2024 എത്തിയപ്പോഴേക്കും ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളും വിദ്യാഭ്യാസത്തിലുമെല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗളയാനും ആദിത്യയാനും എല്ലാം ഇതിൻ്റെ നേർക്കാഴ്ചകളാകുന്നു. ലോകത്തിലെ തന്നെ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകങ്ങളും സ്ത്രീപീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു ഉൾപ്പെട്ടലിൽ ഒരു നാട് ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സൈന്യവും സന്നദ്ധ പ്രവർത്തകരും കയ്യും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനം നടത്തി. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാടാകെ ഒന്നിച്ചു. ഇന്ത്യ 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്ന വാക്യം നമുക്ക് ഹൃദയം കൊണ്ട് പറയാൻ സാധിക്കട്ടെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് 15. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിനെ ഉന്നതയിലേക്ക് ചുവടുവയ്ക്കാം. ഭാരതം ജയത്രയാത്ര തുടരട്ടെ. ജയ് ഹിന്ദ്.